ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായില്ലായി കണ്ടിട്ട്. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലെത്തി. പിന്നെ പെട്ടി പൊട്ടിക്കലായി, അത് കൊടുക്കലായി, പിന്നെ യാത്ര ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അവിടുന്ന് വരുന്നതിന് മുന്നേ നമ്മൾ ബീച്ചിൽ പോയൊരു വീഡിയോ ആണ്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ കണ്ട ആ ഒരു ബ്ലൂ ഡ്രസ്സ് ചെയ്തിട്ട് ആദ്യം അവൾക്ക് ബീച്ചിൽ പോകുമ്പോൾ ഇടാൻ വിചാരിച്ചത്. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ ഒരു അടാറ് വെയിൽ കണ്ടപ്പോൾ ഞങ്ങൾ വേഗം അവളെ ഡ്രസ്സ് മാറ്റിയിട്ട് ഈ ഒരു ബനിയനും ട്രൗസറും ആക്കി കൊടുത്തേ. അങ്ങനെ ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങാട്ടോ. റൂമിലിരുന്ന് ഞങ്ങൾക്ക് നല്ല ബോറടിച്ചു. അപ്പോൾ ഉച്ചക്കൊന്ന് പുറത്ത് ഇറങ്ങി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറുണ്ടായിരുന്നു, ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ഫലൂദയോ അപ്പോട്ടൊരു ഷാർജയോ ഓർഡർ ചെയ്തിട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയ പാടെ തന്നെ അവിടുത്തെ ഓണർ മലയാളി ഹോട്ടലാണ്. അവിടുത്തെ ഓണർ അമ്മച്ചൻ നാമിക്ക് പായസം കൊണ്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ അതേ അവൾ അതിരുന്ന് കുടിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് പെപ്പറിലാട്ടോ, പെപ്പർ പാലസ് ഹോട്ടൽ. അപ്പോൾ അതേ ഈ ഒരു അമ്മച്ചനാട്ടോ കൊടുത്തത് നാമിക്ക് പായസം. അങ്ങനെ പായസം കിട്ടിക്കഴിഞ്ഞാൽ അതേ അവൾ ഓക്കെ ആയി. അവൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ അതേ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് അവളെ എടുത്തിട്ട് കിച്ചണൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത്. പിന്നെ അവിടുന്ന് ഒരു ബിസ്ക്കറ്റൊക്കെ ആയിട്ടാട്ടോ വന്നത്. അങ്ങനെ ഇതേ അപ്പോട്ടൻ്റെ ഷാർജ വന്ന് അത് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ടേസ്റ്റ് ഒക്കെ തന്നിട്ടാ. പിന്നെ എൻ്റെ ഫലൂദയും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഓളെ ബിസ്ക്കറ്റ് അവളെ കൈമ തന്നെ ഉണ്ടായിരുന്നിട്ടാ. പിന്നെ ഞങ്ങൾ അതിലൂടെ കുറച്ച് നടന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വേറൊരു ഹോട്ടലിലേക്ക് വന്ന്. താജ് ഹോട്ടലാട്ടോ ഇതും ഒരു മലയാളി ഹോട്ടലാണ്. ഈ 2 മലയാളി ഹോട്ടലിലാട്ടോ നമ്മൾ സ്ഥിരം വരൽ. അപ്പം അവിടെ വന്ന് 2 ഓരോ പബ്സും പിന്നെ മറ്റേ പൊക്കുവടല്ലേ അതും വാങ്ങി കഴിച്ചിട്ടാ. പിന്നെ ചായയും. അത് കഴിഞ്ഞേരെ പിന്നെ നമ്മുടെ സ്വന്തം നിസാർ ഭായ് വന്നിട്ടാ. അപ്പോൾ ഞങ്ങൾ പിന്നെ റൂമിലോട്ട് പോകാൻ നിന്നില്ല. നേരെ ഇവിടുന്ന് ഡയറക്റ്റ് എന്താ പറയുക ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാമിയാണെങ്കിൽ വണ്ടി കയറി പാട്ട് കേട്ടപ്പോഴത്തേക്കും അവൾ സൈഡായിരിക്കുന്നു, അവൾ ഉറങ്ങി. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന, മീൻസ് വെള്ളത്തിൽ കളിക്കുക. ഇവിടെ കോഴിക്കോട് ബീച്ച് പോലെയല്ല, അവിടുത്തെ ബീച്ചിൽ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു സൈഡിൽ ഫുള്ള് കുളിക്കാനും മറ്റേ സൈഡിൽ ബോട്ട് റൈഡിങ്ങും, പിന്നെ നമുക്കിങ്ങനെ അവിടെ ഇരുന്ന് കടൽ ആസ്വദിക്കാമെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്കാണ് പോയത്. മറ്റേ ഭാഗത്ത് ഫുള്ള് കുട്ടികളും വലിയ ആൾക്കാരൊക്കെ ഇട്ട് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ. അപ്പോൾ കുഞ്ഞിന് എണീപ്പിക്കേണ്ട വിചാരിച്ചിട്ടോ. കുറച്ച് നേരം അവൾ ഉറങ്ങിക്കോട്ടെ വെച്ച്. ഇന്ന് ഫുള്ള് ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല, വെയിൽ കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു. ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്കാട്ടോ വന്നേ. വലിയൊരു ബോട്ട് ഇരുന്നാണ്ട. അവിടെ എത്തിയപാട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ബാക്കി അടുത്ത വീഡിയോ